വീട്ടിൽ ഇരിക്കുന്ന സ്ത്രീകൾക്ക് ഒരു ബിസിനസ് ഐഡിയയിലേക്ക് കടക്കാൻ തോന്നുമ്പോൾ അവർ ഏറ്റവും ആദ്യം ചെയ്യാൻ തുടങ്ങുന്നത് ഫുഡ് റിലേറ്റഡ് ബിസിനസ് ആയിരിക്കും. അതായിരിക്കും അവർക്ക് ഏറ്റവും എളുപ്പവും. കാരണം പാചകം അവരുടെ കുത്തകയായതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് അതിൽ വിജയിക്കാനും കഴിയും. എന്നാൽ ഇവിടെ പറയാൻ പോകുന്നത് നമ്മൾ സൗത്ത് ഇന്ത്യൻസിന്, കേരളക്കാർക്ക് ഒക്കെ അത്ര വേഗം ചെയ്ത് പ്രതിഫലിപ്പിക്കാനാവാത്ത ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ്. ഈ പ്രോഡക്റ്റ് ഇവിടെ ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ ഉണ്ട്, ധാരാളമുണ്ട്. ആ പ്രോഡക്റ്റ് നല്ല ടേസ്റ്റ് ഉള്ളത് കിട്ടുന്നുമുണ്ട്. എന്നാൽ എല്ലാവർക്കും അതിന്റെ കറക്റ്റ് ടെക്നിക്ക് അറിയില്ല, എങ്ങനെ ഉണ്ടാക്കണം എന്നറിയില്ല. അങ്ങനെ അറിയാമായിരുന്നെങ്കിൽ ഒരുപാട് പേരത് ഉണ്ടാക്കി അവരുടെ ഉപജീവന മാർഗം ആക്കി മാറ്റിയേനെ. ആ പ്രോഡക്റ്റ് ആണ് ബേസന്റെ ലഡ്ഡു. നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന പല രീതിയിൽ ലഡ്ഡു ചെയ്യാം. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് രണ്ട് രീതികളാണ്. ഒരേ പ്രോഡക്റ്റ് രണ്ട് തരത്തിൽ എങ്ങനെ നിർമ്മിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇത്തരത്തിലൊരു പ്രോഡക്റ്റ് നിങ്ങൾ വീട്ടിൽ ചെയ്ത് വിജയിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോഡക്റ്റ് എടുക്കാൻ കടക്കാർ തയ്യാറായിരിക്കും. അവർ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ആഗ്രഹപ്പെട്ട് അത്യാവശ്യപ്പെട്ട് നടക്കുന്ന ആളുകളാണ്. ടേസ്റ്റ് ഉണ്ടായിരിക്കണം, മാൽ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടുണ്ടാവരുത്, ഗുണമേന്മ ഉണ്ടായിരിക്കണം, അത് കഴിച്ചാൽ ആർക്കും ഒരു ദോഷവും ഉണ്ടാകരുത്. ഇതൊക്കെയാണ് അവരുടെ കണ്ടീഷൻസ്. അങ്ങനെ ചെയ്ത് വിജയിപ്പിച്ച് കടക്കാരുടെ മുമ്പിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ ഒഴിവാക്കാനാവില്ല. അത്തരത്തിലൊരു പ്രോഡക്റ്റ് ആണ് ഇന്നിവിടെ പറയുന്നത്, ബേസന്റെ ലഡ്ഡു. അപ്പോൾ ആ പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കും, എന്തൊക്കെയാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താണിത് മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കും അതിന് സാധിക്കും. അതിന്റെ കളറ്, അതിന്റെ ഗുണം, അതിന്റെ രുചി ഒക്കെ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങാം. ഞാൻ ലഡ്ഡുവിന്റെ വീഡിയോ നേരത്തെയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ചെയ്യുന്നത് പ്രത്യേകം ഒരു കാരണം കൊണ്ടാണ്. കഴിഞ്ഞ ദിവസം എനിക്ക് ഇമെയിൽ ഒരു 3-4 വനിതകൾ ഇത്തരത്തിലുള്ള മെസ്സേജ് അയക്കുകയുണ്ടായി. ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ശരിയായില്ല, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ എന്ന്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുന്നവരുടെ കൈകളിലാണ് കാര്യം. നമുക്കിവിടെ പാചകക്കുറിപ്പ് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അതിലേക്ക് തന്നെ കടക്കാം. നമുക്ക് ഇത്തരത്തിലുള്ള ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കതിന്റെ കൂട്ടിലേക്ക് തന്നെ കടക്കാം. ചെറിയൊരു അളവാണ് ഞാൻ ഇവിടെ പറയുന്നത്. പ്രൊപ്പോർഷനേറ്റ്ലി നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം. 2 കപ്പ് ബേസൻ എന്ന് പറഞ്ഞാൽ കടലമാവ്, 1 കപ്പ് പൗഡർ ചെയ്ത ഷുഗർ, അതായത് പൊടിച്ച ഷുഗർ, 1 കപ്പ് ഘീ, നമ്മളുടെ നെയ്യ്, 1/4 കപ്പ് ചോപ്ഡ് നട്ട്സ് എന്ന് പറഞ്ഞാൽ നുറുക്കിയ നട്ടുകൾ. അതിപ്പോ നമുക്ക് ഏത് വേണമെങ്കിലും, കാഷ്യൂ നട്ട് എടുക്കാം, ആൽമണ്ട്സ് എടുക്കാം, അങ്ങനെയുള്ള ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പിന്നെ 1/2 ടീസ്പൂൺ കാർഡമം പൗഡർ, ഏലക്കാപ്പൊടി. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. പ്രോപ്പറായിട്ട് കേൾക്കണം, അതനുസരിച്ച് വീട്ടിൽ ആദ്യം ഉണ്ടാക്കി നോക്കണം. ആദ്യം നമ്മൾ നല്ല മൂട് കനമുള്ള ഒരു ചീനച്ചട്ടി അല്ലെങ്കിൽ ഉരുളി നമ്മൾ അടുപ്പത്ത് വെച്ച് മീഡിയം ഹീറ്റിൽ ചൂടാക്കുക. അതിലേക്ക് നമ്മളുടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ, അതൊന്ന് മെൽറ്റായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മളുടെ ഈ കടലമാവ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് ഇളക്കണം. നന്നായിട്ട് ഇളക്കണം. അതായത് ഈ മാവും നെയ്യുമായിട്ട് നന്നായിട്ട് ചേർന്ന് പിടിക്കണം. ഈ ഇളക്ക് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കണം. അതായത് കരിയരുത്, എന്നാൽ ചെറിയൊരു കളർ വ്യത്യാസം വരും, നല്ല ഒരു മണവും വരുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതൊരു 15-20 മിനിറ്റിന്റെ ഒരു പ്രോസസ്സാണ്. നന്നായിട്ട് ഇളക്കി അതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അത് കൃത്യമായിട്ട് പാകമായി എന്നറിയുമ്പോൾ അടുപ്പിൽ നിന്നത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മളുടെ പൊടിച്ച പഞ്ചസാര, നമ്മളുടെ നട്ട്സ്, നമ്മളുടെ ഏലക്കാപ്പൊടി ഇവയെല്ലാം ചേർത്ത് ഇതിനകത്തോട്ട് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുക. ഈ ഇൻഗ്രീഡിയൻസ്, ഇപ്പോൾ ഇട്ട ഇൻഗ്രീഡിയൻസ് എല്ലാം അതിൽ ചേർന്ന് പിടിക്കുന്നത് വരെ നന്നായിട്ട് ഇളക്കണം. ഈ മിക്സ്ചർ, അതായത് നമ്മളിപ്പോ ഇളക്കി വെച്ച ആ ഒരു സാധനം, ആ മിക്സ്ചർ നമ്മൾ ഒന്ന് നന്നായിട്ട് തണുക്കാൻ അനുവദിക്കണം. ഇല്ലെങ്കിൽ തണുക്കാതെ നമ്മൾ ഇത് കൈകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം ഏകദേശം മുഴുവൻ തണുത്തിട്ടല്ല, ഏകദേശം ഒന്ന് തണുത്തു എന്ന് കാണുമ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് അതിൽ നിന്ന് കൈകൊണ്ട് പറിച്ചെടുത്ത് ഒരളവുണ്ട്, ആ അളവ് വെച്ച് നമുക്ക് ഉരുട്ടി എടുക്കാവുന്നതാണ്. ആദ്യമൊന്നും അളവ് കൃത്യമാകണം എന്നില്ല, എന്നാൽ കുറേശ്ശെ ചെയ്ത് കഴിയുമ്പോൾ ആ അളവ് കൃത്യമായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി ഈ ലഡ്ഡു തയ്യാറായി കഴിയുമ്പോൾ, ഇവിടെയാണ് അടുത്ത ഇതിന്റെ കാര്യങ്ങൾ വരുന്നത്. ഈ ലഡ്ഡു തയ്യാറായി കഴിയുമ്പോൾ അതിന്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വെക്കാനുണ്ടെങ്കിൽ
നമുക്ക് വയ്ക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ പ്ലെയിൻ ലഡ്ഡു ആയിട്ട് തന്നെ കൊടുക്കാവുന്നതാണ്. ഈ ലഡ്ഡു ഇപ്പോൾ ചെയ്തിരിക്കുന്ന ലഡ്ഡു കുറച്ചു നേരം അവിടെ തന്നെ വെച്ചു കഴിഞ്ഞാൽ അതൊന്ന് ആ മിക്സ് ചെയ്ത് ആ ലഡ്ഡുവിന്റെ കണ്ടന്റ് എല്ലാം കൂടെ ഒന്ന് സെറ്റപ്പ് ആകും. അതുവരെ അതൊന്ന് ഫോം അപ്പ് ആകുന്നവരെ അവിടെ വെക്കുക. അതിനുശേഷം നമുക്ക് ഇത് പാക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഈ ലഡുവിന്റെ ലൈഫ് എത്രയുണ്ടെന്ന് നോക്കാം. ഇതിന്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് ഡിപ്പെൻഡിങ് ഓൺ വേരിയസ് ഫാക്ടേഴ്സ് ആണ്. എന്ത് ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തത്, നമ്മളുടെ സ്റ്റോറേജിങ് കണ്ടീഷൻസ് എന്താണ്, പ്രിപ്പറേഷന്റെ മെത്തേഡ് എന്താണ്, ഇതൊക്കെ അനുസരിച്ചാണ് ഈ ഹോം മെയ്ഡ് ലഡ്ഡുവിന് ഒരു എക്സ്പയറി പറയാൻ പറ്റുന്നത്. എങ്കിൽ പോലും നമുക്കൊരു നല്ല രീതിയിൽ ഉണ്ടാക്കിയ സാധനത്തിന് നമുക്കൊരു ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച, മാക്സിമം 2 ആഴ്ച വരെ എക്സ്പയറി ഡേറ്റ്, അതായത് ഷെൽഫ് ലൈഫ് കൊടുക്കാൻ പറ്റുന്നതാണ്. ഒരാഴ്ചയായിരിക്കും ഏറ്റവും ബെറ്റർ. ഇവിടെ സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ചൂടിൽ നിന്ന് ഇല്ലെങ്കിൽ അതുപോലെ തന്നെ എന്താ പറയുന്നത് വെയിലിൽ നിന്നൊക്കെ മാറ്റി സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ മോയ്സ്ചർ വരാതെ സൂക്ഷിക്കേണ്ടതാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. ഇതിപ്പോ നമ്മൾ നെയ്യിൽ ചെയ്ത കാര്യമാണ് പറഞ്ഞത്. അല്പം വില ഇതിന് കൂടുതൽ തന്നെ ആയിരിക്കും. ഇനി നമുക്ക് നെയ്യിൽ വേണ്ട, നെയ്യിൽ പറ്റുന്നില്ല എങ്കിൽ നമുക്കതിനൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. നമുക്ക് ഇതേ സാധനം സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ആ നെയ്യിൽ തീർത്ത ലഡ്ഡുവിന്റെ ആ മണമോ രുചിയോ ഗുണമോ ഒന്നും കാണില്ല എന്ന് മാത്രം. പക്ഷെ ലഡ്ഡു ആണ്, നല്ല രീതിയിൽ അത് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് പറ്റുന്നതായിരിക്കും. ഇവിടെ സെയിം ഘീ എന്നുള്ള ഐറ്റം മാറ്റിയിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിൽ കയറ്റുന്നു എന്നുള്ളതേ ഉള്ളൂ. പ്രിപ്പറേഷനിലൊന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഏതാണ്ട് അതേപോലെ തന്നെയാണ് ഇതും പ്രിപ്പയർ ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ ഹൈജീനിക് ആയിട്ടുള്ള ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഹൈജീൻ ഫാക്ടർ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നമ്മളുടെ കൈകളിൽ ഗ്ലൗസ് ഉണ്ടായിരിക്കണം. നമ്മളുടെ തലയിൽ, അതായത് ഹെയർ മാസ്ക് ഉണ്ടായിരിക്കണം. കാരണം ഒരു രോമം പോലും ഇതിനകത്ത് വീണ് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അത് ശ്രദ്ധിക്കണം. മനുഷ്യൻ കഴിക്കേണ്ട സാധനമാണ്. പിന്നെ ഉണ്ടാക്കുന്ന പ്രദേശം അല്ലെങ്കിൽ പ്രതലം അത് ഫുള്ളി നല്ല വൃത്തിയുള്ളതായിരിക്കണം. യാതൊരു തരത്തിലുള്ള വൃത്തികേടുകളും അവിടെ ഉണ്ടാകാൻ പാടില്ല. കൂടാതെ നിങ്ങൾ PHCയിൽ നിന്ന് ഹെൽത്ത് സർട്ടിഫിക്കറ്റുകൾ വാങ്ങിയിരിക്കണം, സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കണം. അതും കൂടാതെ ഫുഡിന്റെ രജിസ്ട്രേഷൻ എടുക്കാതെ ഈ ഒരു പ്രിപ്പറേഷനിലേക്ക് പോലും പോകാൻ പാടില്ല. നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഫുഡിന്റെ രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്തിടുക. ഏകദേശം 1 മാസം എടുക്കുന്ന ഒരു പരിപാടിയാണ്. ഈ 1 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിന്റെ നമ്പർ കിട്ടുകയുള്ളൂ. അപ്പോഴേക്കും നിങ്ങൾ ഈ ബിസിനസിനെ കുറിച്ച് പുറത്ത് പഠിക്കുക. ചെയ്താൽ ഗുണമുണ്ടാകുമോ, എന്ത് ലാഭം കിട്ടും, എന്തൊക്കെയാണ് ഇതിനകത്തെ ഒബ്സ്റ്റക്കിൾസ്, എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ള, ഇതൊക്കെ നിങ്ങൾ പഠിക്കാനുള്ള ഒരു സമയമായിട്ട് ഈ 1 മാസത്തെ എടുക്കുക. അതുകൂടാതെ വീട്ടിൽ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് വീട്ടിൽ തന്നെ കഴിച്ചു നോക്കാനുള്ള ഒരു സംവിധാനം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസവും അതിന്റെ ടേസ്റ്റിൽ വ്യത്യാസം കൊണ്ടുവരാൻ പറ്റുന്നതാണ്. വനിതകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശ്രദ്ധ കൂടുതൽ വേണ്ട ഒരു പ്രോഡക്റ്റ് ആണിത്. നല്ല രീതിയിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ടേസ്റ്റി ആണ്, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ചോദിച്ചു വാങ്ങിക്കും. അതിനി എത്ര പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ പോലും അതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾക്ക് ഡിമാൻഡ് ഉണ്ട്. ആ ഡിമാൻഡ് നിങ്ങൾക്കും ലഭിക്കുന്നതാണ്. നാളെ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.